എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അശ്വതി തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും വാരഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രം. ഭൗതികമായി സൗഖ്യമുണ്ടാകും. വ്യാപാരത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. പല രംഗത്തും മത്സരങ്ങൾ ഉണ്ടാകും. പഠനത്തിൽ ആലസ്യം ദൃശ്യമാകും. വെള്ളിയാഴ്ച നല്ല ദിവസമാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സംതൃപ്തി ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് ചില അവസരങ്ങൾ വന്നെത്തും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഉന്മേഷരാഹിത്യം അനുഭവപ്പെടുന്നതായിരിക്കും. പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. വ്യാഴം ഗുണകരമായ ദിവസമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരും. വ്യാപാരത്തിൽ നിന്നും വരുമാനം വർദ്ധിക്കും. സുഹൃത്തുക്കളുടെ സഹായം പ്രതിസന്ധികളെ മറികടക്കുവാൻ സഹായിക്കും. പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. ബുധൻ അനുകൂലമാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കുടുംബ സ്വത്ത് സംബന്ധിച്ച തർക്കം ഉണ്ടാകുന്നതാണ്. വൈകാരിക വിക്ഷോഭം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ശനിയാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ദാമ്പത്യ സൗഖ്യം ഉണ്ടായിരിക്കുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് വിജയം ഉണ്ടാകും. ദേവാലയ ദർശനത്തിനുള്ള അവസരം വന്നുചേരും. കൂട്ടുകച്ചവടം ഗുണകരമായിരിക്കുകയില്ല. ചുമതലകളിൽ വീഴ്ച സംഭവിക്കാം. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കണം. തിങ്കൾ ഭാഗ്യദിനമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുകൂലമാണ്. കുടുംബജീവിതം രമ്യമായി ഭവിക്കും. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. പൊതുപ്രവർത്തകർക്ക് സമയം അത്ര നല്ലതല്ല. വ്യാഴാഴ്ച അനുകൂല ദിവസമാണ്. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവുകയില്ല. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടിയെടുക്കും. വിദേശയാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. കൃത്യനിർവഹണത്തിലെ ചെറിയ വീഴ്ചകൾ മേലധികാരിയുടെ അപ്രീതിക്ക് ഇടവരുത്തും. വെള്ളിയാഴ്ച ഭാഗ്യദിനമാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. നേട്ടങ്ങൾക്ക് കളമൊരുക്കും. വിദ്യാർത്ഥികൾക്ക് ദിശാബോധമുണ്ടാകും. നൂതന സംരംഭങ്ങൾ പഠിക്കും. കരാർ പണികൾ പുതുക്കി നീട്ടിയേക്കാം. യാത്രകൾ കൊണ്ട് ഗുണം വന്നു ചേരുന്നതാണ്. ഗാർഹിക രംഗത്ത് സ്വസ്ഥത ഉണ്ടാകും. ചൊവ്വാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് ആയില്യം നക്ഷത്രം. കർമ്മരംഗം ഉന്മേഷഭരിതമാകും. ആത്മാർത്ഥത അംഗീകരിക്കപ്പെടും. ദൗത്യങ്ങൾ ശ്ലാഘനീയമാംവിധം പൂർത്തീകരിക്കും. വിശിഷ്ട വ്യക്തികളുടെ പിന്തുണ ലഭിക്കും. ആരോഗ്യം ശ്രദ്ധിക്കുക. ധനവിനിമയത്തിൽ ശ്രദ്ധ വേണം. തിങ്കളാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. ഭൂമി വിൽപ്പനയിൽ ലാഭമുണ്ടാകും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. ലക്ഷ്യം നേടുവാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. മക്കളുടെ ഉപരിപഠനം, ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ വരാം. ശനിയാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പുതിയ ഗൃഹം വാങ്ങും. കുടുംബാന്തരീക്ഷം ശാന്തമാകും. പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. ഊഹക്കച്ചവടത്തിൽ ലാഭനഷ്ടങ്ങൾ ആവർത്തിക്കും. തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിനുള്ള ശ്രമങ്ങൾ വിജയകരമായി തീരും. ഭാഗ്യദിനം ബുധനാഴ്ചയാണ്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. സ്വന്തം കഴിവുകൾ വളർത്തുവാൻ ശ്രമിക്കും. വാഹന യോഗം കാണുന്നുണ്ട്. ബലഹീനതകളെ ചിലർ ചൂഷണം ചെയ്തേക്കാം. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. അനാവശ്യ വിവാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് നന്നായിരിക്കും. ഭാഗ്യദിവസം വ്യാഴാഴ്ചയാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് കാര്യവിജയം ഉണ്ടാകും. അസുഖങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. ആരോഗ്യം ശ്രദ്ധിക്കണം. ഭാഗ്യദിവസം തിങ്കളാഴ്ചയാണ്. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ഞായറാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. നവസംരംഭങ്ങൾക്ക് അനുകൂലമാണ്. സഹോദരങ്ങളുമായുള്ള വ്യവഹാരം ഒത്തുതീർപ്പാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മുന്നേറും. കലാമത്സരങ്ങളിൽ ശോഭിക്കും. യാത്രകളിൽ മോഷണം, അപകടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച അനുകൂല ദിവസമാണ്.
അടുത്ത വിശാഖം നക്ഷത്രമാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗം വിപുലീകരിക്കും. ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുക. ഊഹക്കച്ചവടത്തിൽ നഷ്ടം വന്നു ചേരാം. സന്താനലബ്ധി, മംഗല്യയോഗം എന്നിവ കാണുന്നുണ്ട്. വാഹനം, വളർത്തുമൃഗങ്ങൾ എന്നിവ കാരണം അപകട സാധ്യത. ശനിയാഴ്ച അനുകൂല ദിവസമാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. ഭാഗ്യദേവതയുടെ അനുഗ്രഹമുണ്ടാകും. അവധിയെടുത്ത് സുഹൃത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ദൂരയാത്ര നടത്തേണ്ടി വരും. ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാരം തുടങ്ങുവാനുള്ള തീരുമാനമെടുക്കും. കൂട്ടുകച്ചവടം ഒഴിവാക്കണം. ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിക്കും. സ്വന്തം തൊഴിലിൽ ധനപരമായ വളർച്ച ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും. പുതിയ വാഹനം വാങ്ങും. അധികാരികളുടെ അപ്രീതി നേരിടേണ്ടി വരും. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം കലാകായിക രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ സഹായം ലഭിക്കും. സാമൂഹികമായ അംഗീകാരം ലഭിക്കും. മാനസിക പിരിമുറുക്കത്തിന് അയവ് ഉണ്ടാകും. ബുധനാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. നവസംരംഭങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. സാങ്കേതിക പരിജ്ഞാനം നേടും. പൊതുപ്രവർത്തനം ആശ്വാസമാകും. കടബാധ്യതകൾ കുറയും. കുടുംബത്തിൽ സമാധാനം പുലരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും. ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ്. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. പങ്കാളിയോടൊപ്പം താമസിക്കുവാനും വിദേശ യാത്രയ്ക്ക് പോകുവാനും സാധിക്കും. കുടുംബ പ്രശ്നങ്ങൾ തലവേദനയാകും. കുടുംബസമേതം വിനോദ യാത്രകൾ നടത്തുന്നതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമുണ്ടാകും. പൊതുപ്രവർത്തനത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകും. ഭാഗ്യദിനം ഞായറാഴ്ചയാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ആകസ്മികമായ യാത്രകൾ വേണ്ടിവരും. പ്രതീക്ഷിക്കാത്ത ചിലരുടെ സഹായം ലഭിക്കും. പ്രണയത്തിൽ അസ്വാരസ്യം അനുഭവപ്പെടും. കുടുംബത്തിൽ മനസ്സുഖം കുറയും. വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ്. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ തുടങ്ങുവാനാകും. ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തുന്നതിൽ വിജയിക്കും. വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും. കൃഷിയിൽ നേട്ടമുണ്ടാകും. കടബാധ്യത, വൈഷമ്യം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത. ചൊവ്വാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് ചതയം നക്ഷത്രമാണ്. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. സഹോദരങ്ങളുടെ പിന്തുണയുണ്ടാകും. ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കും. മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കും. ദേഹാസ്വാസ്ഥ്യം, അധിക ചിലവുകൾ, ശത്രുക്കളുടെ ഉപദ്രവം എന്നിവ ഉണ്ടാകാം. വ്യാഴാഴ്ച അനുകൂലമാണ്. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. കടബാധ്യതകൾ പരിഹരിക്കുവാൻ വഴിതെളിയും. കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും. മകൻ്റെ പഠന മികവ് സന്തോഷമേകും. വ്യവഹാരാദികൾക്ക് മുതിരാതിരിക്കുന്നതാവും അഭികാമ്യം. വസ്തു വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഭാഗ്യ ദിവസം ചൊവ്വാഴ്ചയാണ്. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. പൊതുവെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്ഥാനക്കയറ്റം, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. വിദേശ യാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ഊഹക്കച്ചവടത്തിൽ ലാഭം വന്നു ചേരും. കായിക മത്സരങ്ങളിലും ഭൗതിക വ്യായാമങ്ങളിലും ഏർപ്പെടും. ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. അവസാനമായി രേവതി നക്ഷത്രമാണ്. തൊഴിലിൽ നേരിയ പുരോഗതി വന്നു ചേരും. സാമ്പത്തിക പ്രയാസങ്ങളെ മറികടക്കുവാൻ സാധിക്കും. മക്കളുടെ വിവാഹ കാര്യത്തിൽ ശുഭ തീരുമാനമുണ്ടാകും. ചിലർക്ക് വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യം വന്ന് ഭവിച്ചേക്കാം. ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.